ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ മാസഫലം. അത് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ജന്മരാശ്യാധിപൻ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. 7.5 ശനി സമയമാണ്. 6 കുജൻ നീചസ്ഥിതനാണ്. എങ്കിലും 7 മുതൽ ആ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 12 ശുക്രനുണ്ട്. ഗുരുവാണെങ്കിൽ ഗുരുവും കുജനും ഒക്കെ തന്നെ 12 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. പൊതുവെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുകൂലമാണ്, തൃപ്തികരമായിരിക്കും. രോഗപ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് കുറയുന്നതിനും സാധ്യതയുണ്ട്. എങ്കിലും ആ കുജൻ ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ ശനിയെ ദൃഷ്ടി ചെയ്യുകയാണ്. ജന്മരാശി നിൽക്കുന്ന ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നു. രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മൾ ഈ അപകടം ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. ഇപ്പം ചിലർക്ക് ചെറിയ പൊള്ളൽ, ചെറിയ മുറിവ്, ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിൽ, ഇവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇനി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ കുജൻ 6 നീചസ്ഥിതനാണ്. 7 മുതൽ ആ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു. 10 രവിയും ബുധനും ഒക്കെ സ്ഥിതിയുണ്ട്. ഗുരുവാണെങ്കിൽ ഗുരു, ശനി ഇവയൊക്കെ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ തൊഴിലിൽ ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുന്നതിനും, അങ്ങനെ ഉത്തരവാദിത്വം കൂടുമ്പോൾ ഒരു വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ പ്രായോഗിക ബുദ്ധി തൊഴിലിലൊക്കെ പ്രകടിപ്പിക്കുന്നവർക്ക് തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കഠിന പ്രയത്നത്തിൻ്റെ ഫലമൊക്കെ അവർക്കുണ്ടാകും, കണ്ടു തുടങ്ങും. അതേസമയം തൊഴിലിൽ ഒരു സുഖക്കുറവ്, തൊഴിൽ അന്വേഷകർക്ക് പ്രത്യേകിച്ച് ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമാണ്. കുജനൊക്കെ 6 നിൽക്കുകയാണ്, നീചസ്ഥിതിയിലാണ്. എങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആദ്യവാരമൊക്കെ കഴിയുമ്പം തന്നെ തൊഴിൽ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടാകും. ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ കുജൻ്റെയൊക്കെ 12 ഉച്ചദൃഷ്ടിയും ശുക്രൻ്റെയൊക്കെ 12 സ്ഥിതിയും ഗുരുവിൻ്റെ 12 ദൃഷ്ടിയും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 10 ക്രമേണ ആ സൂര്യൻ 11 രാശി മാറുന്നുണ്ട്. അതൊക്കെ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കും. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ബിസിനസ്സുകാർക്ക് വരുമാനം, അതുപോലെ ലാഭവർദ്ധനവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ പ്രത്യേകിച്ച് 10 നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ 16 മുതൽ ആ 10 നിൽക്കുകയാണെങ്കിലും ബുധന് വക്രസ്ഥിതിയുണ്ട്. 16 മുതൽ ആ വക്രസ്ഥിതിയൊക്കെ ബുധന് മാറുന്നുണ്ട്. അത് ബിസിനസ്സിൽ പ്ലാനും തന്ത്രങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കും. വിദേശ ബിസിനസ്സുകാർക്ക് ശുക്രൻ്റെയൊക്കെ ആ 12 സ്ഥിതി, അതുപോലെ കുജൻ്റെയൊക്കെ 12 ഉച്ചദൃഷ്ടി, ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി, ഇവയൊക്കെ തന്നെ, അതുപോലെ 11 രവി, ഇവയൊക്കെ തന്നെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 10 സ്ഥിതി ചെയ്യുകയാണ്, കേന്ദ്രസ്ഥാനത്ത്. അതുപോലെ സൂര്യൻ ആ 10 സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ രവിയും ബുധനുമായിട്ടുള്ള യോഗമൊക്കെ ഉണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടി 10 പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് വിദ്യാർത്ഥികൾക്ക്. എങ്കിലും വിദ്യാർത്ഥികൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതായത് നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കണം. ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമം, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഈ സമയത്ത് വേണം.
കാരണം അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ പഠനത്തിൽ നമ്മൾ ഒരു ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ പരിശ്രമമൊക്കെ കൂട്ടണം. എങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്കോറ് അവർക്ക് സാധ്യമാകൂ. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4-ലാണ് എങ്കിലും വക്രത്തിലാണ്. 2-ൽ രാഹു ഉണ്ട്. അതുപോലെ ഗുരു 11ാം ഭാവാധിപനുമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകളും അതിനുള്ള പ്ലാനും ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ ശുക്രൻ 12-ൽ സ്ഥിതി ചെയ്യുന്നു, രാഹു 2-ൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയിലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നു. ധനം ചെലവ് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് സുഖച്ചെലവ് കൂടുന്നതിനുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതമൊക്കെ ആലോചിക്കുമ്പോൾ സൂര്യൻ്റെ ആ 10-11 ഭാവരാശികളിലെ സഞ്ചാരം, സൂര്യൻ 7ാം ഭാവാധിപനും കൂടിയാണ്. അതൊക്കെ ആലോചനകൾ ഉണ്ടാക്കും. എങ്കിലും ശുക്രൻ 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രവുമല്ല, ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ 7-ലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ആലോചനകളിൽ പ്രതീക്ഷിക്കുന്ന ഒരു വേഗത ഉണ്ടാകണമെന്നില്ല. ആദ്യത്തെ 2 വാരം പൊതുവെ പ്രണയചിന്തകളൊക്കെ ഉണ്ടാകും. എങ്കിലും ആദ്യ 2 വാരം ബുധൻ വക്രത്തിലാണ്. ഇപ്പോൾ നമുക്ക് അതിലൊക്കെ ഒരു ഉദാസീനത കുറുകാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ 5-ൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അതും പ്രണയബന്ധത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ വഴിതെളിക്കും. ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ആ ശുക്രൻ്റെ 12-ലെ സ്ഥിതി, അതുപോലെ ശനിയുടെ 7-ലെ ദൃഷ്ടി, അതൊരു സന്തോഷക്കുറവിന് വഴിതെളിക്കും. പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ 11-ലേക്കൊക്കെ അവസാനത്തെ 2 വാരം രാശി മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ സഹായകമാകും. ചിലർക്ക് ഈ ജീവിത പങ്കാളിക്ക് തൊഴിൽ കിട്ടുന്നതിന് സാധ്യതയുള്ള മാസമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ 2-ൽ രാഹു, 4-ൽ ഗുരു വക്രത്തിൽ, രവി ബുധൻ 4-ൽ ദൃഷ്ടി ചെയ്യുന്നു. കുടുംബ അന്തരീക്ഷം പൊതുവെ സന്തോഷകരമാകും. എങ്കിലും കുടുംബ അംഗങ്ങളുമായി ഈ യാത്രകൾക്കും ഷോപ്പിങ്ങിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതേസമയം വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള മാസമായിരിക്കും. എങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. കാരണം 2-ൽ രാഹു ഉണ്ട്. രാഹു ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധ കൊടുക്കണം. കഴിവതും കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പോകാൻ ഈ കുറുകാർ നോക്കണം. ഡിസംബർ 5, 6, 18, 19, 23, 24 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഒഴിവാക്കണം ഈ ദിവസങ്ങളിൽ. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.